കാരണം ഇപ്പോൾ ഇവർ വിളിക്കുന്ന മുദ്രാവാക്യം തന്നെയുണ്ട്, ഇല്ല ഇല്ല മരിക്കുന്നില്ല. അത് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഇങ്ങനെ യാത്രയാകുമ്പോഴും നമുക്ക് പറയാൻ കഴിയുക. കാരണം ആ VS പകർന്നു നൽകിയ ആ മൂല്യങ്ങൾ, ആശയങ്ങൾ അതെല്ലാം ഇങ്ങനെ പിന്തുടർന്ന് പോകുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെയെല്ലാം നമ്മൾ കണ്ടത് കുഞ്ഞുങ്ങളുമായി വരുന്ന മാതാപിതാക്കൾ അവരെ എടുത്ത് ഉയർത്തി കാണിക്കുന്നു, അവർ തിരിച്ചറിയുന്നു ഇതാരാണ് ഈ പോകുന്നത്. അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി ആ കുഞ്ഞുങ്ങൾ കൂടി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ പ്ലാമൂട് ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും കാണുവാൻ വേണ്ടി കഴിയുന്നത്. മോനിപ്പം VS അപ്പൂപ്പനെ ഇങ്ങനെ കാണുന്നത് കണ്ടു, അറിയാമോ ആരാന്ന്? ആരാ പറഞ്ഞു തന്നോ? എന്താ പറഞ്ഞു തന്നേ? ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഓരോ മാതാപിതാക്കൾ വരുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയധികം വികാര വായ്പോടു കൂടിയാണ് തിരുവനന്തപുരം VS അച്യുതാനന്ദനെ യാത്ര നൽകുന്നത്. ഓരോ സ്ഥലങ്ങൾ പിന്നിടുമ്പോഴും ഓരോ അടി പിന്നിടുമ്പോഴും അത്രയധികം ജനക്കൂട്ടം നമുക്ക് ഓരോ സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ഇപ്പോൾ പ്ലാമൂട് പിന്നിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇനി പോകുന്നത് പട്ടം ഭാഗത്തേക്കാണ്. നേരത്തെ അനന്തകൃഷ്ണൻ അവിടുന്ന് സൂചിപ്പിച്ചിരുന്നു, അവിടുത്തെ ഒരു ജനത്തിരക്ക് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ രണ്ട് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും അത്രയധികം ആളുകളുണ്ട്. മുദ്രാവാക്യം വിളികളുമായി ദർബാർ ഹാളിൽ നിന്ന് പിന്തുടരുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാമത്തെ വീട് കൂടിയാണ്. അദ്ദേഹം ജനിച്ചത് ആലപ്പുഴയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും അദ്ദേഹം ചെലവഴിച്ച ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും അതിനുശേഷം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോൾ കവടിയാർ ഹൗസിലും അതിനുശേഷം അദ്ദേഹം വാർദ്ധക്യത്തിൻ്റെ ഒരു കിടക്കയിലേക്ക് വീണു പോകുമ്പോൾ അദ്ദേഹം താമസിച്ചത് ബാർട്ടണിലും മകൻ്റെ വീട്ടിലുമെല്ലാമാണ്. അങ്ങനെ തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിനോട് അദ്ദേഹത്തിന് വലിയ ഒരു അടുപ്പമുണ്ട്, വലിയൊരു ബന്ധമുണ്ട്, ആ ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് പോകാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തകർ നെഞ്ചുപൊട്ടി ഉള്ളുരുകി വിളിക്കുന്നത്, ഇല്ല ഇല്ല മരിക്കുന്നില്ല, VS മരിക്കുന്നില്ല. കാരണം അദ്ദേഹം പകർന്നു നൽകിയ ആ മൂല്യങ്ങൾ പിന്തുടർന്ന് വരുന്നവരുണ്ട്, അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കാണാം, കുഞ്ഞുങ്ങളുമായി വരുന്നവർ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളുമായി ഈ വാഹനത്തിനൊപ്പം VSനെ കാണുന്നതിന് വേണ്ടി ഈ വാഹനത്തിന് പിന്നാലെ നടന്നു വരുന്നവർ, അങ്ങനെ ഒരുപാട് പേർ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. നമുക്ക് ഈ രണ്ട് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം ഓരോ കടകളുടെ മുകളിലും ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു. അത്രയധികം ഇഷ്ടം, അത്രയധികം ഇവർ VSനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ വാഹനം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി കടന്നു ചെല്ലാൻ പോകുന്നത് VS മരണത്തെ തോൽപ്പിച്ച് വീണ്ടും അജയ്യനായി മുന്നോട്ട് പോകുന്നത് ഈ VSൻ്റെ ആലപ്പുഴയിലേക്കാണ്. അവിടെ ഈ ഇത്രയും നാൾ 29 ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ പട്ടത്തെ SUT ആശുപത്രിയിലാണ്. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ മരണം കീഴടക്കുന്നത്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ വാഹനം എത്തി നിൽക്കുന്നത്. അവിടെയും കാണുന്നതിന് വേണ്ടി ആയിരങ്ങൾ നിൽക്കുന്ന ആ കാഴ്ചകൾ VSനെ കാണാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് VSനെ എങ്ങനെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമോന്നത നേതാവ്, എല്ലാ സഖാക്കളുടെയും ജീവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടില്ല. ഇങ്ങനെയാ കാര്യം. അതുകൊണ്ട് ഇത്രയും സമുദ്രം പോലെ എന്നെ സഖാക്കളെ എന്നുള്ള ഇത് എന്നെ VSനെ കണ്ടിരുന്നു. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് കണ്ട് ഇതുവരെ നടന്നു വരെ വീണ്ടും നടക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ബുദ്ധിമുട്ട് സഖാവിൻ്റെ വീര്യം കണക്കാക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ. ഈ മാക്സിമം നടന്ന് പുറകെ പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് VSനെ ഒന്ന് അവസാനമായി കാണുന്നതിന് വേണ്ടി ഇങ്ങനെ വാഹനത്തിന് തൊട്ട് പിന്നാലെ പലരും ഇങ്ങനെ കടന്നു പോകുന്ന കാഴ്ചകളൊക്കെയാണ്. ചേട്ടാ,